ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ മലപ്പുറത്ത് തിരൂരാണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യ ആദരവോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന വിശിഷ്ടാതിഥി കിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന സ്ഥാപനം തിരൂര് നടത്തുന്ന ഷിഹാബ് സാറാണ്. എത്ര നാളായി കിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തിരൂര് പ്രവർത്തനം ആരംഭിച്ചിട്ട്? 5 വർഷമായിട്ട്. 5 വർഷം. കിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ 2019 അല്ലേ? ആരായിരുന്നു ഉദ്ഘാടകൻ? തങ്ങള് പാണക്കാട് ഷിഹാബിൽ തങ്ങൾ. തിരുനാവായും തങ്ങളായിരുന്നു ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. 5 പേരായിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്നാണ് ഞങ്ങള് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ 4 പേരും കൂടി പറഞ്ഞോളൂ. പേര് മൊയ്തീൻകുട്ടി, ഉസ്മാന്, അതുപോലെ തന്നെ പ്രദീപ്, അനീഷ്. കിയോറന്റെ ഒരു ചെറിയ ഒരു ഫേമായിട്ടായിരുന്നു നമ്മൾ തിരൂര് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 2020 മുതൽ നമ്മൾ ഒരു ലൈറ്റ് വെയ്റ്റ് ചെറിയ ആഭരണങ്ങൾ, പിന്നെ ഒരു കൺസെപ്റ്റ് പ്രത്യേകിച്ച് ആ സമയത്ത് തുടങ്ങുന്ന സമയത്തുള്ള ഒരു റേറ്റ് 25,000 റേഞ്ചിൽ. പിന്നെ റേറ്റുകൾ ഗോൾഡിൻ്റെ റേറ്റ് നന്നായിട്ട് ഹൈക്കായി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലെത്തിയത്. ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ 2020 നമ്മൾ ഒരു ഹോൾസെയിൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു മാനുഫാക്ചറിങ് വർക്കേഴ്സിനെ വെച്ചിട്ട് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ ഈ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ അവർ കൊടുക്കുന്നതുകൊണ്ട് ആദ്യത്തെ കാലങ്ങളിൽ നമ്മൾ 100 പവന് 150 പവനൊക്കെ കല്യാണ പാർട്ടികൾ എടുക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഒരു മലപ്പുറം ജില്ല തിരൂര് എന്നൊക്കെ പറയുന്ന ആൾ ഒരു ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഏരിയകളാണ് ഇവിടെ. കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത്. ആ സമയത്ത് വലിയ വെയിറ്റ് കൊടുത്തിട്ട് 40 ഗ്രാം 5 പവൻ 10 പവൻ്റെ ഒക്കെ മാലകളായി നമ്മൾ ആദ്യം കൂടുതലായിട്ട് വിറ്റ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ആളുകളുടെ ഒരു ബഡ്ജറ്റിങ്ങും ഗൾഫിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് മലപ്പുറം ജില്ലയിലൊക്കെ അലയടിച്ച് തുടങ്ങിയത്. ആ സമയത്താണ് നമ്മൾ വലിയ കാഴ്ചയിൽ ചെറിയ വെയിറ്റ്, നല്ല കൂടുതൽ പൊലിമ കുറഞ്ഞ വെയിറ്റ്, ഒരു പവനാണെങ്കിൽ ഒരു 5 പവൻ തോന്നിക്കുന്ന രൂപത്തിലുള്ള ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ചെയ്ത് കസ്റ്റമേഴ്സിന് ഏറ്റവും കുറഞ്ഞ കൂലിയിൽ കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ എത്തിയത്. നമ്മുടെ കിയോറ എന്നുള്ള ഈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജുവലറിയുടെ പ്രത്യേകതകൾ, നമ്മൾ എല്ലാ കസ്റ്റമൈസ്ഡ് ആഭരണങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആഭരണങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കും. ഡിസൈനുകളൊക്കെ എങ്ങനെയാണ് നമ്മളായിട്ട് രൂപകൽപ്പന ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ അഭ്യുദയകാംക്ഷികളായ കസ്റ്റമേഴ്സ് നമുക്ക് അയച്ചു തന്നിട്ട് ഈ ഒരു മോഡൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവരാണ് കൂടുതൽ നമ്മൾക്ക് ഡിസൈനുകൾ അയച്ചു തരുന്നത്. അവർ പല രാജ്യങ്ങളിലും ഇപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരുന്ന ആളുകളൊക്കെ അവരുടെ നമ്മളുടെ ഒരു കസ്റ്റമൈസറായിട്ട് അവർ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് നമ്മളുടെ ഒരു കാർട്ടിലേക്ക് ഇട്ട് നമ്മൾ ഡിസൈനർക്ക് കൊടുത്ത് ചെയ്യുന്ന. നമ്മൾ തിരൂരുണ്ട് ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2023 നമ്മൾ തിരുനാവായിൽ ബ്രാഞ്ച് തുടങ്ങി. തിരുനാവായിൽ എവിടെയാണ്? തിരുനാവായ ടൗണിൽ തന്നെയാണ്. അപ്പോൾ തിരൂര് മാത്രമല്ല തിരുനാവായിലുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ ദുബായിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദുബായിൽ എവിടെയാണ്? ദുബായിൽ നമ്മൾ അൽക്കൂസില് അൽഖൈൽ മാളിന്റെ അടുത്താണ്. ദുബായിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ഒന്നുകൂടി പറഞ്ഞേക്കട്ടെ. ദുബായിൽ അൽക്കൂസില് അൽഖൈൽ മാളിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ്. അൽഖൈൽ മാളിന്റെ ഉള്ളിലാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ബ്രാഞ്ചുകൾ ഇനിയും വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് കസ്റ്റമേഴ്സിന് മുന്നിൽ എത്തിക്കുന്നുണ്ട്. ഷിഹാബ് സാർ ജനിച്ച എവിടെയാണ്? മലപ്പുറം തിരൂര് പെരുന്തല്ലൂർ എന്ന സ്ഥലത്താണ്. വാപ്പയുടെ പേരെന്താണ്? പാപ്പൻ മൊയ്തീൻകുട്ടി. നമ്മളൊരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. പാപ്പ ഒരു ഉസ്താദാണ്. അതെ. അപ്പോൾ അങ്ങനെ വളരെ ചിട്ടയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് മതപഠനത്തിലും അതിലുപരി ബാപ്പ കുറച്ചും കൂടെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു. അപ്പോൾ മതപഠനത്തോടു കൂടി തന്നെ ബൗദ്ധികമായിട്ട് കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ നന്നായി പഠിപ്പിച്ച് ട്യൂഷനൊക്കെ തന്ന് കൂടുതലായിട്ട് നമ്മളെ
പഠിപ്പിച്ചിട്ട് നമുക്ക് അത് എന്താണ് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്തെന്നുള്ളത് വാപ്പാക്ക് നന്നായിട്ട് അറിയാം. ഉമ്മയും ഉമ്മാന്റെ പേര് സക്കീന എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്ത് നമ്മൾ മക്കളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ എവിടെയാണ് പഠിച്ചത്? പ്രാഥമിക വിദ്യാഭ്യാസം നമ്മളെ വീടിനടുത്ത് തന്നെ പെരുന്തല്ലൂർ തന്നെ. UP ലെവൽ നമ്മൾ ചമ്രവട്ടം സ്കൂളാണ്, ഗവൺമെന്റ് സ്കൂളാണ്. ഹൈസ്കൂൾ തലം നമ്മൾ ആലത്തിയൂർ സ്കൂളാണ് വരുന്നത്. അങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള ഫുള്ള് ഗവൺമെന്റ് സ്കൂളിലാണ് ചെയ്തത്. +2 നമ്മൾ പറവണ്ണ സ്കൂളായിരുന്നു. ഡിഗ്രി തുഞ്ചൻ കോളേജിലായിരുന്നു. പിന്നെ സഹോദരങ്ങളുടെ കാര്യം പറഞ്ഞില്ല. സഹോദരങ്ങള് 3, ഒരു ബ്രദർ ഉണ്ട്. ബ്രദർ ഖാലിദ്. ഇപ്പോ ഒമാനിലാണ്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അനിയന് ഇസ്ഹാക്ക്. എന്റെ ഫസ്റ്റ് സംരംഭം ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഷോപ്പാണ്. അത് ഉമ്മാന്റെ ഒക്കെ ഇതേപോലെ ഗോൾഡും ഇതൊക്കെ വെച്ചിട്ടാണ് അപ്പൊ അവന് അത് നോക്കി നടക്കുന്ന അതിലെന്റെ ഒരു പാർട്ട്ണറുണ്ട്. അങ്ങനെ ആയിട്ടാണ് ഗോൾഡൻ അല്ലേ? ഓക്കെ. അപ്പോൾ സഹോദരങ്ങളെല്ലാവരും ബിസിനസ്സാണ്. പെങ്ങന്മാരുണ്ട്. 3 പെങ്ങന്മാരാണ്. 3 പാളും നല്ലോണം പഠിക്കുന്ന വിദ്യാഭ്യാസപരമായിട്ട് എല്ലാവരും 10th ഫുൾ A+, +2 ഫുൾ A+ വാങ്ങിച്ചു. ഇപ്പോഴും റീസെന്റ് ആയിട്ട് ഞാനൊരു LLB പഠിച്ച് എക്സാം എഴുതിയിരിക്കുന്നു. എൻറോൾ അതാണ് നമ്മൾക്ക് ഒരു ബിസിനസ് ചെയ്താലും 3 മന്തിന്റെ ഉള്ളിൽ നമുക്ക് എൻറോൾ ചെയ്യുന്ന ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യുന്ന പ്രതീക്ഷയിലിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. നമുക്ക് എന്തോരം ഡിഗ്രികൾ നമ്മുടെ കയ്യിൽ പേരിലേക്ക് വരുന്നത് ഇത്രയും നല്ല സന്തോഷം തന്നെയാണ്. ഇത് നമ്മളെ ബിസിനസ് ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ജുവലറി ഫീൽഡിലേക്ക് കടന്നു വരാനുള്ള ജ്വല്ലറി മേഖല ഒരു പവറുണ്ട്. ഒരു ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മൂല്യമുള്ള ലോഹം, സ്വർണം തന്നെ, ഗോൾഡാണ്. ഈ 5 പേരെ എങ്ങനെ കണ്ടെത്തി? എല്ലാവരും നമ്മള് തുടക്കം മുതൽ ചില ആളുകൾ നമ്മള് പരിചയമുള്ള 10-15 വർഷമായിട്ട് പരിചയമുള്ള കൂടെ വർക്ക് ചെയ്ത ആളുകളാണ്. അപ്പൊ ആ ഒരു ഫീൽഡിൽ നിന്നാണ് നമ്മൾ ഒരു ജ്വല്ലറി തന്നെ സ്വന്തമായിട്ടുള്ള സംരംഭം തുടങ്ങുന്നത്. 5 പേരും കൂടി ചേർന്ന് ഒരു തീരുമാനമുണ്ടാക്കി. 5 ജ്വല്ലറി ഒക്കെ ആയി അല്ലെ? ആ സമയത്തായിരുന്നു വിവാഹം മുന്നേ ആയിരുന്നു വിവാഹം ഉണ്ടായിരുന്നത്. ഓ ശരി. വിവാഹം 2015 വിവാഹം. 2015. അപ്പൊ ഏകദേശം എത്രാമത്തെ വയസ്സിൽ? ഒരു 25 ഇയേഴ്സിലാണ്. 25 ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഭാര്യയുടെ പേരെന്താണ്? റംലത്ത് അല്ലേ? പഠിക്കായിരുന്നു ആ സമയത്ത് അവള് ഡിഗ്രി പഠിക്കായിരുന്നു അല്ലേ? മക്കൾ എത്ര പേരാണ്? 2 പേരും. മക്കളുടെ പേര്? ഷിഫിൻ റസീന. പഠിക്കാണ്. 2 പേരും ഇപ്പൊ ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെ പഠിക്കുകയാണ്. ഒരാള് 3ാം ക്ലാസ്സിലും ഒരാള് LKGയിലാണ് ഉള്ളത്. അവരെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് തന്നെ നമ്മള് ബിസിനസ് മാത്രമല്ല, അവരെ നന്നായി പഠിപ്പിക്കുക അല്ലേ? നമ്മളെ വാപ്പ പറഞ്ഞു തന്ന പോലെ തന്നെ നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക. ആ ഒരു രൂപത്തിൽ തന്നെ അവരും സ്വന്തം കാലിൽ നിന്ന് വളർന്നു വരിക. നമ്മൾ വാപ്പായും ഉമ്മയും വളർത്തിയ പോലെ തന്നെ ദീനിയായി തന്നെ അവരും വളരുക. സത്യസന്ധമായ ഹലാലായ ബിസിനസ്സുകൾ ചെയ്യുക. സമൂഹത്തിനൊരു ഗുണമുണ്ടാകുന്ന ബിസിനസ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതുപോലെ വ്യവസായത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് നമ്മൾ ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ച് എന്തൊരു ഉപദേശമാണ് അവർ? സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, എന്തായാലും റിസൾട്ട് കൂടെ ഉണ്ടാവും. അപ്പോൾ താങ്ക് യു ഷിഹാബ് സാർ. ഇത്രയും നേരം ഈ ചെറിയ സമയം കൊണ്ട് സാറിൻ്റെ തിരക്ക് നമുക്ക് അറിയാവുന്നതാണ്. ഈ തിരക്കിനിടയിലും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിൻ്റെ സ്ഥാപനത്തിൻ്റെയും സാറിൻ്റെയും വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്.